ഈ ലോകത്ത് പറക്കാൻ അറിയാത്ത പറവകളോ പാടാൻ അറിയാത്ത കുയിലുകളോ നീന്താൻ അറിയാത്ത മത്സ്യങ്ങളോ ഇല്ല. എന്നാൽ ജീവിക്കാൻ അറിയാത്ത മനുഷ്യരുണ്ടല്ലോ. മനുഷ്യജന്മത്തിന്റെ മഹിമ മനസ്സുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ഉണർന്നവൻ ഒരിക്കലും ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും പാഴാക്കുകയില്ല. ഈ മഹിമ നമുക്ക് എങ്ങനെ ഉണർത്താനാകും? ജ്ഞാനപ്പാനെയാണ് ഓർമ്മ വരുന്നത്. പൂന്താനം നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ എത്രയെത്ര ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഈ പവിത്രമായ മനുഷ്യജന്മം കിട്ടിയത്. എത്രയെത്ര ജന്മങ്ങൾ ഞാൻ മരങ്ങളായി നിന്നിട്ടുണ്ടാകാം. എത്രയെത്ര ജന്മങ്ങൾ ഞാൻ പുഴുക്കളായി അരിച്ചു നടന്നിട്ടുണ്ടാവും. എത്രയെത്ര ജന്മങ്ങൾ ഞാൻ കൃമികളായി മലത്തിൽ കിടന്നിട്ടുണ്ടാവും. അങ്ങനെ നായായും നരിയായും കരിയായും ഒടുക്കമിത നരനായും പിറന്നിരിക്കുന്നു. യുക്തിയില്ലാത്ത ചില യുക്തിവാദികൾ ഇതൊന്നും സമ്മതിച്ചു തരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പുനർജന്മമോ പൂർവ്വജന്മമോ ഇല്ല. അവരുടെ അഭിപ്രായ പ്രകാരം മനുഷ്യൻ എന്നത് ജനിച്ച് ഭക്ഷിച്ച് കാഷ്ടിച്ച് ചാവുന്ന ഒരു മാംസപിണ്ഡം മാത്രം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കിട്ടുന്നതൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്നതാണ് അവരുടെ ന്യായം. എന്നാൽ സത്യദർശികളായ നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു, നാം ഒരിക്കലും ജനിക്കാത്തവനും ഒരിക്കലും മരിക്കാത്തവനുമാണ്. നാം നിത്യരാണ്. ഈ മനുഷ്യജന്മത്തിന് മുൻപും ഞാൻ ജീവിച്ചിരുന്നു എന്ന ഈ വേദാന്ത സത്യം യുക്തിയുക്തവും മനനം ചെയ്താൽ മനസ്സിലാക്കാവുന്നതുമാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് ഞാൻ ഈ ഭൂമിയിൽ വീണ നിമിഷമാണ് ബർത്ത്ഡേ ആയി ആഘോഷിക്കുന്നത്. ആ ദിവസമാണത്രേ ജനിച്ചത്. എന്താണ് എല്ലാവരും അങ്ങനെ പറയുന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന് വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ ജനിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ജീവനുണ്ടായിരുന്നില്ലേ? എല്ലായിരുന്നുവെങ്കിൽ അമ്മ പ്രസവിച്ചത് ഒരു ചാപിള്ളയായിരിക്കണം. അമ്മയുടെ വയറ്റിൽ വന്ന് പതിക്കുന്നതിന് മുൻപും അച്ഛന്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും ജീവന്റെ തുടുപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പുറകിലോട്ട് പോകുന്തോറും നമുക്ക് മനസ്സിലാവും നാം കാലാകാലമായി ഉണ്ടായിരുന്നു, ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബർത്ത്ഡേയോ ഡെത്ത് ഇല്ല, നിത്യനാണ്. ഈ സത്യം മനസ്സിലാക്കിയ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അവർ സമൂഹത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ചിലർ കുരുടരായും ചിലർ ബധിരരായും ചിലർ ദരിദ്രരായും മറ്റു ചിലർ സമ്പന്നരായും ജനിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഇത് ദൈവം മനുഷ്യരോട് പാർഷ്വാലിറ്റി കാണിക്കുന്നതല്ല എന്നവർക്കറിയാം. അവനവൻ ചെയ്ത കർമ്മങ്ങളാണ് ഈ ജന്മങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നവർ കണ്ടെത്തി. ഈ കർമ്മങ്ങളെ തരണം ചെയ്ത ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നും അവർ കണ്ടെത്തി. അങ്ങനെ ഏതോ ഒരു കർമ്മഫലം കൊണ്ട് ഞാൻ ഇന്നിതാ മനുഷ്യനായി പിറന്നിരിക്കുന്നു. അമൃതം പോലെ കിട്ടിയ ഈ ജന്മത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാത്തവർ വിഡ്ഢികൾ തന്നെ. എന്തെന്നാൽ മോക്ഷം മടിയന്മാർക്കുള്ളതല്ല. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ എന്ന് ഋഷിവര്യന്മാർ പറയുന്നു. 1. തപസ്, ഈശ്വരാർപ്പണം, കർമ്മം ചെയ്യുക. 2. സ്വാധ്യായനം, വേദങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും പഠിക്കുക. കാലാനുസൃതമായ വിദ്യാഭ്യാസം നേടുക. സജ്ജനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും വാക്കുകൾ ശ്രദ്ധിക്കുക. 3. കലാസ്വാദനം, കലകളിൽ മുഴുകുന്ന ഒരുവൻ ബ്രഹ്മാനന്ദത്തിൽ മുഴുകുന്നു. 4. സാമൂഹ്യ സേവനം, നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് ഒരു പ്രാണിക്കും വേദന ഉണ്ടാക്കരുത്. സകല ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.